അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1259, സൂറത്തുൽ അംഫാൽ 27 മുതൽ 29 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വതഖൂനു അമാനാതിക്കും, നിങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്ന സംഗതികളിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ അംവാലുക്കും വ ഔലാദുക്കും, നിശ്ചയം നിങ്ങളുടെ സന്താനങ്ങളും സമ്പത്തുക്കളും, ഫിത്നത്തുൻ, അതൊരു പരീക്ഷണമാണ് എന്ന്. അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, നിശ്ചയം അല്ലാഹുവിങ്കൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. സന്താനങ്ങളോടുള്ള ഇഷ്ടവും സമ്പത്തിനോടുള്ള പ്രതിബദ്ധതയും കാരണം അല്ലാഹുവിന്റെ കൂലി നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകരുത് എന്നർത്ഥം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാനൻ, സത്യാസത്യ വിവേചനത്തിന് ഉതകുന്ന ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. വയുകഫിർ അൻകും സയ്യിആതിക്കും, നിങ്ങളുടെ ചെറുദോഷങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പാക്കും. വയഗ്ഫിർ ലക്കും, വൻദോഷങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം, അല്ലാഹു മഹത്തായ അനുഗ്രഹം ഉടയവനാകുന്നു. കഴിഞ്ഞ സൂക്തത്തിൽ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ദയനീയമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് മദീനയിലെത്താനും സ്വസ്ഥമായ ഒരിടം താമസത്തിനും അതേപോലെ ജീവിത വ്യവഹാരങ്ങളിൽ സൗകര്യപ്രദമായ മറ്റു വഴികളും ഏൽപ്പിച്ചു കൊടുത്തതും അല്ലാഹു തആല മലക്കുകളെ ഇറക്കി ബദറിലടക്കം സഹായിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട്, ഗനീമത്ത് സ്വത്ത് ഹലാലാക്കി കൊടുത്തതും അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ആ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ഈ സൂക്തങ്ങളെ അല്ലാഹു തആല ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം എന്ന കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞുവെങ്കിൽ, ഇവിടെ നന്ദികേട് നിങ്ങളിൽ നിന്ന് വന്നുകൂടാ എന്ന ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു തആല നടത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിക്കരുത്. കാരണം ആ വഞ്ചന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേടിന്റെ സ്വഭാവമായി മാറും എന്ന് അല്ലാഹു ഉണർത്തിയിരിക്കുകയാണ്. ഇവിടെ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും വഞ്ചിക്കരുത് എന്ന് പറഞ്ഞ ഈ സൂക്തം, അതേപോലെ തുടർന്നുള്ള സൂക്തങ്ങൾ രണ്ടും അവതരിക്കാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി വിവിധ കാരണങ്ങൾ, അഥവാ സഹാബത്തിന്റെ ജീവിതത്തിൽ ചില സ്ഖലിതങ്ങൾ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവിധ കാരണങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ കാരണങ്ങളെല്ലാം ഈ ആയത്തിറങ്ങുന്നതിന് കാരണമാകാം. എന്തായാലും അവിടത്തേക്ക് മാത്രം ബാധകമായ വിധിയും നിയമവുമല്ല ഇത്. എല്ലാ കാലത്തേക്കും എല്ലാ സമയത്തേക്കും വിശ്വാസികൾക്ക് ബാധ്യതയായി തന്നെ നിലനിൽക്കുന്ന സംഗതിയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചും അവന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാതെയും അള്ളാഹുവിനോട് വഞ്ചന കാണിക്കുന്ന, റസൂലിനോട് വഞ്ചന കാണിക്കുന്ന ശൈലി നമ്മൾ സ്വീകരിക്കരുത് എന്ന്. എന്നാൽ ഈ ആയത്തിറങ്ങാന്റെ പശ്ചാത്തലം സംബന്ധമായി എല്ലാ മുഫസ്സിറുകളും ഉദ്ധരിക്കുന്ന ഒരു സംഭവം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.
അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈളയിലേക്ക് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അതായത് മദീനയിൽ 3 ജൂതഗോത്രങ്ങൾ താമസിച്ചിരുന്നുവല്ലോ, ബനൂ ഖുറൈള, ബനൂ നളീർ, ബനൂ ഖൈനുഖാ. ഈ 3 ജൂതഗോത്രങ്ങളുമായും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നമ്മൾ തമ്മിൽ സൌഹൃദത്തോടുകൂടെ കഴിഞ്ഞുകൂടാനും പരസ്പരം നമ്മുടെ ശത്രുക്കളെ തമ്മിൽ സഹായിച്ചുകൊണ്ട് പരസ്പരം നമ്മൾ ശത്രുക്കളാകാതെ നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യാതെ സമാധാനാന്തരീക്ഷത്തിലൂടെ കഴിഞ്ഞു പോകാമെന്ന് ഈ 3 ജൂതഗോത്രങ്ങളുമായി മുസ്ലിമീങ്ങൾ കരാറുണ്ടാക്കിയിരുന്നു. എന്നാൽ ഓരോ ഘട്ടങ്ങൾ വന്നപ്പോൾ ഈ ഗോത്രങ്ങളെല്ലാം ആ കരാറുകൾ കാറ്റിൽ പറത്തി. അവർ ലംഘനം കാണിച്ചു, കരാറിന് ലംഘനം കാണിച്ചു. അങ്ങനെ ബനൂ നളീറിനെയും കൈനുഖാവിനെയും അള്ളാന്റെ റസൂല് നേരത്തെ തന്നെ മദീനയിൽ നിന്ന് നാടുകടത്തി. ആ നാടുകടത്തിയതിനു ശേഷം പിന്നീടുള്ളത് ബനൂ ഖുറൈളയാണ്, ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കക്ഷി. ആ ബനൂ ഖുറൈള അവരും ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയത്ത് വളരെ പരസ്യമായി തന്നെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ചെയ്തിട്ടുള്ള കരാറിന്റെ വ്യക്തമായ ലംഘനം കാണിക്കുകയും മക്കയിൽ നിന്ന് വന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകൾക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കുകയും യുദ്ധത്തിന്റെ വിവിധ മേഖലകളിൽ അവർക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോ മുസ്ലിമീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ള ചതിയന്മാരായിട്ടുള്ള ആളുകളെ ഇനിയും നിങ്ങൾ സഖ്യകക്ഷി എന്ന് പറഞ്ഞ് അവരോടുള്ള സമാധാനം തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭദ്രത തകർക്കുന്ന ഈ കക്ഷികളെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. അപ്പൊ അതിനെന്തൊക്കെ വേണം? ആദ്യം അവരെ മുസ്ലിമീങ്ങൾ ദിവസങ്ങളോളം ബന്ദികളാക്കി നിർത്തി. അങ്ങനെ ആ ബന്ദികളാക്കി നിർത്തുമ്പോൾ സ്വാഭാവികമായും അതൊരു വല്ലാത്ത പ്രയാസം, ഇതിനൊരു പരിഹാരമുണ്ടാവണം. പലവിധത്തിലുള്ള കോംപ്രമൈസ് ചർച്ചകളും പല ഭാഗത്തും നടക്കുകയാണ്. ആ കൂട്ടത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, അൻസാരികളുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം എന്താണോ അതായിരിക്കും ബനൂ ഖുറൈളയുടെ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. ആ തീരുമാനം എന്താണെന്ന് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. അതെന്താണ്? അവരെ ഈ നിലക്ക് വല്ലാത്ത നന്ദികേട് കാണിച്ചിട്ടുള്ള ഈ വിഭാഗത്തെ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് തന്റെ തീരുമാനം വരാൻ പോകുന്നത് എന്ന് അബൂ ലുബാബ തങ്ങൾക്കറിയാമായിരുന്നു. അപ്പൊ ഈ ബനൂ ഖുറൈളക്കാർ ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ, വിഷയത്തിലൊരു അയവുണ്ടാക്കുന്നതിന് വേണ്ടി സംസാരിക്കാൻ അബൂ ലുബാബയെ വിട്ടുതന്നാൽ കൊള്ളാമെന്ന് അവർ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം, അഥവാ സഅദ് റളിയല്ലാഹു അൻഹു എടുക്കുന്ന തീരുമാനത്തിനെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ പറയുമ്പോഴും എന്തായിരിക്കും സഅദ് എടുക്കുന്ന തീരുമാനം എന്നവർ ചികഞ്ഞു ചോദിച്ചപ്പോ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവർക്കിങ്ങനെ ഒരു സൂചന കൊടുത്തു. ആ കഴുത്തിലേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് കൊലയായിരിക്കും ആ തീരുമാനം എന്ന്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇസ്ലാമിക രാജ്യത്തിന്റെയും ഒരു തന്ത്രപ്രധാനമായ ഒരു രഹസ്യം ഞാനിവിടെ ചോർത്തിക്കൊടുത്തല്ലോ എന്ന ഒരു തോന്നൽ ഉടനെ തന്നെ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വന്നു. ഉടനെ മഹാനവർകൾ ചെയ്യുന്നത് എന്താണ്? നേരെ മദീനത്തെ പള്ളിയിൽ വരുന്നു. മദീനത്തെ പള്ളിയിലെത്തി മദീനത്തെ പള്ളിയിലെ റൗളയുടെ ഭാഗത്തുള്ള ഒരു തൂണിൽ തന്റെ ശരീരത്തെ സ്വന്തം കെട്ടി നിർത്തുന്നു, ബന്ധനസ്ഥനാക്കുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ തൗബ സ്വീകരിക്കുകയോ ഈ ചെയ്ത ഈ ഞാനീ കാണിച്ചിട്ടുള്ള കൃത്യവിലോപത്തിന്, അതേപോലെ തന്നെ ഈ വഞ്ചനക്ക് അല്ലാഹു എന്റെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് വിവരം കിട്ടുകയോ അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് മരിക്കുകയോ ചെയ്യും. അതുവരെ ഈ കെട്ടിൽ നിന്ന് ഞാൻ ബന്ധനസ്ഥനാവില്ല. എപ്പോഴെങ്കിലും അനിവാര്യമായ അവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിൽ പോകാനും മറ്റുമൊക്കെ പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള മകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വന്ന് ആ കെട്ടഴിച്ചു കൊടുക്കുകയും വീണ്ടും ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അതേ കെട്ടിൽ തന്നെ ബന്ധനസ്ഥനായി നിൽക്കുകയും ചെയ്യും. അങ്ങനെ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം അന്നപാനങ്ങൾ ഉപേക്ഷിച്ച് ശരിക്കും നിരാഹാരം കിടക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ താൻ ക്ഷീണിതനായി. ആ ക്ഷീണിതനാകുന്ന സമയമാകുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലരും ചെന്നിട്ട് പറഞ്ഞു, സഹാബികൾ
നബിയെ വിഷയത്തിലൊന്ന് ഇടപെടണം. അപ്പൊ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നേരിട്ട് വിഷയം അള്ളാഹുലേക്ക് വിട്ടിരിക്കുകയല്ല, അതുകൊണ്ട് പടച്ചോന്റെ തീരുമാനം വരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിച്ചു എന്നറിയിക്കുന്ന സൂക്തങ്ങളാണിത്. അപ്പൊ അതിന്റെ തുടക്കമാണ് ആ സംഭവത്തിന്റെ കാരണമാണ് ആദ്യത്തെ ആയത്തിൽ പറയുന്നത്. മൂന്നാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും എന്ന് തുടങ്ങുന്ന ആ സൂക്തത്തിലാണ് തൗബ സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഈ സന്തോഷ വാർത്ത ഇറങ്ങിയപ്പോൾ മഹാന്മാരായ സഹാബികൾ മുഴുവനും ആവേശത്തോടുകൂടെ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. നിങ്ങളുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധം അള്ളാഹു തആല മാപ്പാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഞങ്ങൾ കെട്ടയക്കട്ടെ, എന്തെങ്കിലും വെള്ളം കുടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹജനങ്ങൾ എത്തിയപ്പോ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കെട്ട് നിങ്ങളാരും അയക്കാൻ പാടില്ല. മുത്തുനബിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത സന്ദേശത്തിൽ എന്നോടുള്ള ആ വിഷമം നീങ്ങിയിട്ടുണ്ടെങ്കിൽ തങ്ങൾ വന്ന് കെട്ടയക്കട്ടെ, അല്ലാതെ കെട്ടാരും അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് കെട്ടഴിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മൾ മദീനയിൽ പോകുമ്പോൾ റൗളയിൽ ഉസ്തുവാനത്തു തൗബ എന്ന പേരിൽ ഒരു തൂണ് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അതേപോലെ തന്നെ ഉസ്തുവാനത്തു അബീ ലുബാബ എന്നും അവിടെ പേര് കാണാൻ പറ്റും. അപ്പൊ ആ തൂണിൽ തന്റെ ശരീരത്തെ ബന്ധനസ്ഥനാക്കി നിർത്തിയ ആ സംഭവത്തിന്റെ ഓർമ്മയാണ് അത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇത് അവതരിച്ചതെന്നും അബൂ ബൽതഅത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു സൈനിക രഹസ്യം മക്കക്കാർക്ക് ചോർത്തിക്കൊടുക്കാൻ വേണ്ടി മക്കത്ത് നിന്ന് ഒരു സ്ത്രീവശം മക്കയിലെ ഖുറൈശി ലീഡേഴ്സിന് കത്തുകൊടുത്തയച്ചതുമായി ബന്ധപ്പെട്ടാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാവട്ടെ, ഒന്നിനെയും നമ്മൾ വൈരുദ്ധ്യമായി കാണണ്ട, വൈവിധ്യമായി കണ്ടാൽ മതി. എന്തായാലും ഇതിന്റെ നിയമം ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ ഒരു പർട്ടിക്കുലർ വിഷയത്തിലാണ് ആയത്തിറങ്ങുന്നതെങ്കിലും അതിന്റെ നിയമം എല്ലാ കാലത്തേക്കും ബാധകമായിട്ടുള്ളതും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതുമാണ്. അപ്പൊ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത് എന്ന്. അല്ലാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന സംബന്ധമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടും കുറ്റങ്ങൾ ചെയ്തു അല്ലാഹു തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള സംഗതികൾ ഉപേക്ഷിച്ചും ബിഅൻ തുഅത്തിലു ഫറായിലഹു, അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയ സംഗതികൾ അത് ചെയ്യാതെ നിങ്ങൾ അലമ്പ് കാണിക്കുമ്പോഴാണ്, ഉഴപ്പ് കാണിക്കുമ്പോഴാണ് അല്ലാഹുവിനെ വഞ്ചിക്കുക. അതേപോലെ തന്നെ വർ റസൂൽ, റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. ബി അല്ലാ തസ്തന്നു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക പിന്തുടരാതെ. ഓരോ വിഷയത്തിലും മുത്തുനബിയിൽ നിന്ന് നമുക്ക് മാതൃകയുണ്ട്, ആ മാതൃകകൾ നമ്മൾ തുടരണം. ആ മാതൃക റസൂലുള്ളാഹിന്റെ സുന്നത്ത് അത് മുറുകെ പിടിക്കണം. അതിന് പകരം നമ്മൾ അതിന് വിരുദ്ധമായ ശൈലി സ്വീകരിക്കുമ്പോൾ നമ്മൾ റസൂലുള്ളാഹിനോട് വഞ്ചന കാണിക്കുന്നവരായി. അതേപോലെ നിങ്ങൾ തഖൂനു അമാനാത്തിക്കും, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന, നിങ്ങൾക്കിടയിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. പല രൂപത്തിലുള്ള അമാനത്തുകളും നമ്മുടെ കയ്യിൽ വരാം. ഉത്തരവാദിത്തങ്ങൾ അതതിന്റെ ഭാഗമാണ്, അമാനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ അടക്കമുള്ളവരൊക്കെ നമ്മുടെ അമാനത്താണ്. അഥവാ അവരെ ശരിയാവണ്ണം ജീവിക്കാനുള്ള വഴികളിലേക്ക് എത്തിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമ്മുടെ കടമയാണ്. അത് നമ്മൾ എടുത്തില്ലെങ്കിൽ ആ അമാനത്ത് വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല എന്നതിന്റെ പേരിൽ നാം പിടിക്കപ്പെടും എന്ന് നമ്മൾ ഓർക്കണം. അതേപോലെ നമ്മൾ ചിലപ്പോൾ ചില കമ്മിറ്റികളിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മളേൽക്കും, അല്ലെ? സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ടതുണ്ടാകും. അതേപോലെ തന്നെയുള്ള പല വിഷയങ്ങളും, അത് വ്യക്തിപരമാവാം, കുടുംബപരമാവാം, സാമൂഹ്യമാവാം, സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടാകാം. ഏത് വിഷയത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാലും അതിനോട് അണുവളവ് വഞ്ചന കാണിക്കുന്ന സമീപനം നിങ്ങൾ സ്വീകരിക്കരുത്. വാൻതും താലമും, നിങ്ങൾ അറിയുന്നവരായിരിക്കെ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തി. അതായത് ഇത് വഞ്ചനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള വഞ്ചനകൾ നിങ്ങളിന്ന് സംഭവിക്കാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം, വയലമു, നിങ്ങൾ അറിയണം, അന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിശ്ചയം നിങ്ങളുടെ സമ്പത്തുക്കളും അതേപോലെ തന്നെ സന്താനങ്ങളും പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ആ സന്താനങ്ങളോടുള്ള താല്പര്യവും സമ്പത്തിനോടുള്ള ഇഷ്ടവും ചിലപ്പോൾ നിങ്ങളുടെ ഈമാനികമായ പുരോഗതിക്ക് തടസ്സമാവുകയും ആ ഇഷ്ടം ഈമാനിന് വിരുദ്ധമാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന്റെ ഒപ്പം പോവുകയും ഈമാനിനെ അവഗണിക്കുകയും ചെയ്യുന്ന ശൈലി ഉണ്ടാകും.
അങ്ങനെയുണ്ടായാൽ നിങ്ങൾക്കത് പ്രശ്നമാക്കും. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തന്നെ ഈ അവർക്ക് രഹസ്യങ്ങൾ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ചോർത്തിക്കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താ? തന്റെ ഒരുപാട് സമ്പത്ത് അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ തനിക്ക് അവരുമായിട്ടുള്ള ചില പ്രത്യേക ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാതിരിക്കാനാണ്. അപ്പൊ നോക്കൂ, തന്റെ സമ്പത്തും തന്റെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിലരുള്ള സ്നേഹമൊക്കെ അത് നിലനിർത്താൻ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തനിക്ക് പ്രേരകമായി എന്നതാണ് വസ്തുത. അതുകൊണ്ട് അതൊരു പരീക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ആ പരീക്ഷണത്തിൽ നമ്മൾ തോൽക്കാൻ പാടില്ല, ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി തന്നെ അത് കൈകാര്യം ചെയ്യുന്ന ശൈലിയിലേക്ക് നമ്മൾ എത്തണം. അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. സമ്പത്ത് കൊണ്ടുള്ള ബാധ്യതകളൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിക്കണം. സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. മറ്റു സമൂഹത്തിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യേണ്ടിടത്ത് അത് ചെയ്യാൻ നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കണം. അങ്ങനെ ഓരോ വിഷയത്തിലും സമ്പത്തിനോടുള്ള ഇഷ്ടം കൊണ്ടത് കെട്ടിപ്പൂട്ടി വെച്ച് ബാധ്യതകൾ നിർവഹിക്കാതെ അത് അവസാനം നമുക്കൊരു പാരയായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അതേപോലെ സന്താനങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടം, ആ ഇഷ്ടം ചിലപ്പോൾ നമ്മളെ നന്മയിൽ നിന്ന് മുടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, സത്യത്തിൽ നിന്ന് പിന്മാറ്റുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ മതത്തിന്റെ ചിട്ടവട്ടങ്ങളെ, മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന അവരോടുള്ള സ്നേഹം കൊണ്ട് മതം അവിടെ കിടക്കട്ടെ, മകന്റെ ഇഷ്ടാണിപ്പോ വലുത് എന്ന ആ ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മകളുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുത്ത് നമ്മൾ മതത്തിന്റെ താല്പര്യത്തെ ബലികഴിക്കുന്ന അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ മനസ്സിലാക്കണം, വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം. സന്താനങ്ങളും സമ്പത്തും പരീക്ഷണാണെന്ന് മനസ്സിലാക്കണം. അഥവാ ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചൂടാ, ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യണമെന്ന ചിന്ത നിങ്ങൾക്ക് വേണം. അതോടൊപ്പം വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, നിശ്ചയം അല്ലാഹുവിങ്കൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്നും നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ അറിയണം. ആ പ്രതിഫലം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടിയുള്ള ശ്രമത്തിലും അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ വഞ്ചന കാണിച്ചും അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രതിഫലങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ ആ പ്രതിഫലം നേടുന്നതിന് വിരുദ്ധമാണ് ഈ സന്താനങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം എന്ന് വരാൻ പാടില്ല. അതിനനുസരിച്ച് അഥവാ ആ അനുഗ്രഹ അള്ളാഹുവിന്റെ പ്രതിഫലം അത് കിട്ടാൻ പറ്റിയ പരുവത്തിലുള്ള ജീവിതം നയിക്കണം. അതിന് സന്താനങ്ങൾ തടസ്സമാണെങ്കിൽ, സമ്പത്ത് തടസ്സമാണെങ്കിൽ അത് അവഗണിക്കുന്ന ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. സമ്പത്തിന്റെ ഒപ്പം കൂടി സന്താനങ്ങളുടെ ഒപ്പം കൂടി അള്ളാഹുവിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം സ്വീകരിക്കരുത്. ഇതൊക്കെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട മേഖലകളാണ്, അല്ലെ? നമ്മുടെ ബിസിനസിന്റെയും അതേപോലെ തന്നെ ധനാഗമന മാർഗങ്ങളുടെയും സജീവതയിൽ മുഴുകിയപ്പോ ഫർള് നിസ്കാരം പോലും നിസ്കരിക്കാൻ സമയമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയാൽ എന്തൊരു ദുരന്തമായിരിക്കും അത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം വരുമ്പോ അതിന് അർഹമായി കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് ഇത് കൊടുത്താൽ തീർന്നു പോകുമല്ലോ എന്നുള്ള നിലക്ക് അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ഇതിന്റെ അപകടം എത്രയാണെന്ന് നമ്മൾ ചിന്തിക്കണം. പണമുള്ളവന് ഹജ്ജ് നിർബന്ധമാകുന്ന അവസ്ഥയുണ്ട്, മറ്റു പല ബാധ്യതകളും വരുന്ന അവസ്ഥയുണ്ട്. ആ ബാധ്യതകളിലെല്ലാം കൃത്യവിലോപം കാണിച്ചുകൂടാ എന്ന് ആലോചിക്കണമെന്നാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, അഥവാ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ നിങ്ങളിൽ പറ്റിപ്പോയാൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അല്ലാഹു തആല നിങ്ങൾക്ക് സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള ഒരു വിവേചന ശക്തി അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഏതാണ് ശരിയെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ആ ശരിയുടെ പക്ഷത്ത് നിൽക്കാനുമുള്ള ഒരു വിവേകം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. വയുകഫിർ അൻകും സയ്യിആതിക്കും, നിങ്ങളുടെ ചെറുദോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കുകയും വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു വൻദോഷങ്ങൾ പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ദുൽ ഫളിൽ അളീം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹമുടയവനാകുന്നു. ആ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് അല്ലാഹുവിനോട് നിങ്ങൾ തെറ്റു ചെയ്താൽ പോലും പശ്ചാത്തപിക്കുക എന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ തെരഞ്ഞെടുത്താൽ അല്ലാഹു നിങ്ങളുടെ തെറ്റുകൾ സ്വീകരിക്കും. അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മഹാഅബദ്ധമാണെങ്കിലും അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി താൻ പൊട്ടിക്കരഞ്ഞപ്പോൾ അല്ലാഹു തആല തൗബ സ്വീകരിച്ചു എന്നാണ്. അങ്ങനെ തെറ്റ് ചെയ്തവർ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് പിന്മാറി അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ
അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അള്ളാഹു തവ്വാബീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.